നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ആണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് സെക്ഷൻ 6 ഓഫ് ഇൻകം ടാക്സ് ആക്ട്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ രണ്ടെണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് റെസിഡന്റും അതേപോലെ തന്നെ നോൺ റെസിഡന്റും. കോമൺ ആണ്, നമുക്കറിയാം. റെസിഡന്റും ഉണ്ട്, അതേപോലെ തന്നെ എന്തുണ്ട്, നോൺ റെസിഡന്റും ഉണ്ട്. ഇൻകം ടാക്സിൽ ഇതിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത് ഒരു ഇൻകം ടാക്സബിൾ ആണോ അല്ലേ എന്നുള്ളത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ ഒരു ഇൻകം ഇന്ത്യയില് ടാക്സബിൾ ആണോ അല്ലേ എന്നുള്ളത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുക? റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന്. ഇതാണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത്. വെദർ ദ ഇൻകം ഈസ് ടാക്സബിൾ ഓർ നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് എ പേഴ്സൺ. ഫോർ എക്സാമ്പിൾ, ഒരു UK സിറ്റിസണിന് UK ഇൻകം ഉണ്ടെന്ന് വിചാരിക്കുക. അത് ഇന്ത്യയിലെ ടാക്സബിൾ ആണോ അല്ലേ എന്നുള്ളതും എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതേപോലെ തന്നെ ഒരു ഇന്ത്യയിലെ റെസിഡന്റിന് UK ഇൻകം ഉണ്ട്, അത് ടാക്സബിൾ ആണോ അല്ലേന്നും എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക? റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുക. ഇറ്റ് ഈസ് ഡിറ്റർമിൻഡ് സെപ്പറേറ്റ്ലി ഫോർ എവറി ഇയർ. എല്ലാ വർഷവും നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടി വരും? റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കണ്ടുപിടിക്കേണ്ടി വരും. ചിലപ്പോൾ എന്തുണ്ടാവാം? ചേഞ്ച് ഉണ്ടാവും. ഞാൻ ഈ വർഷം റെസിഡന്റ് ആണെന്ന് വിചാരിക്കുക, നെക്സ്റ്റ് ഇയറിൽ ചിലപ്പോൾ എന്തായിട്ട് മാറാം? നോൺ റെസിഡന്റ് ആയിട്ട് ചേഞ്ച് വരാം. അപ്പൊ നമ്മൾ എല്ലാ വർഷവും എന്ത് കണ്ടുപിടിക്കണം? റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കണ്ടുപിടിക്കണം. ഇറ്റ് ഡിറ്റർമിൻ ഫോർ എവറി ഇയർ സെപ്പറേറ്റ്ലി. സിറ്റിസൺഷിപ്പ് ഈസ് റെലവന്റ് ഇൻ ദ കേസ് ഓഫ് ഇൻഡിവിജ്വൽ. Citizenship is irrelevant in the case of individual. എന്ന് പറഞ്ഞാൽ സിറ്റിസൺഷിപ്പ്, ഇന്ത്യൻ സിറ്റിസൺ അത് വിചാരിച്ച ആൾ ഇന്ത്യയിൽ റെസിഡന്റ് ആയിരിക്കണം എന്നില്ല. അമേരിക്കൻ സിറ്റിസൺ ചിലപ്പോൾ ഇന്ത്യയിൽ റെസിഡന്റ് ആവാം. സിറ്റിസൺഷിപ്പ് എന്തല്ല? റെലവന്റ് അല്ല. ഏത് കേസില്? ഇൻ ദ കേസ് ഓഫ് ഇൻഡിവിജ്വൽ. നെക്സ്റ്റ്, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഈസ് ഡിറ്റർമിൻഡ് സെപ്പറേറ്റ്ലി ഫോർ ഈച്ച് കാറ്റഗറി ഓഫ് പേഴ്സൺ. ഇന്ന് നമുക്ക് പഠിക്കാൻ പോണത് ഓരോ കാറ്റഗറി ഓഫ് പേഴ്സന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ്. അത് എല്ലാം എന്താണ്? സെപ്പറേറ്റ് ആണ്. ഇൻഡിവിജ്വലിന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആയിരിക്കണം എന്നില്ല ഫേമിന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കണ്ടുപിടിക്കാൻ. അതേപോലെ തന്നെ അതന്നെ ആയിരിക്കണം എന്നില്ല കമ്പനിയുടെ. അപ്പൊ എല്ലാവരുടെ കേസിൽ എന്തുണ്ട്? ഡിഫറൻസ് ഉണ്ട്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഈസ് ഡിറ്റർമിൻ സെപ്പറേറ്റ്ലി ഫോർ ഈച്ച് കാറ്റഗറി ഓഫ് പേഴ്സൺ. നെക്സ്റ്റ് നമുക്ക് നോക്കാം റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഇൻഡിവിജ്വൽ. Residential status of individual depends on period of stay in India. എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക? ദാറ്റ് ഈസ് പീരീഡ് ഓഫ് സ്റ്റേ ഇൻ ഇന്ത്യനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്ത്? റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ രണ്ടെണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇൻ ദ കേസ് ഓഫ് ഇൻഡിവിജ്വൽ, റെസിഡന്റും അതേപോലെ തന്നെ നോൺ റെസിഡന്റും. റെസിഡന്റും ഉണ്ട്, നോൺ റെസിഡന്റും ഉണ്ട്. റെസിഡന്റിനെ വീണ്ടും ഫർദർ ആയിട്ട് രണ്ടെണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റും റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റും. അപ്പൊ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ രണ്ടെണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. റെസിഡന്റ് ഉണ്ട്, നോൺ റെസിഡന്റ് ഉണ്ട്. ഇൻഡിവിജ്വൽ ഈസ് റെസിഡന്റ്, ദെൻ നമ്മൾ എന്ത് നോക്കേണ്ടി വരും? റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് ആണോ, റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണോ എന്ന് നോക്കണം. നോൺ റെസിഡന്റ് ആണെങ്കിൽ അവിടെ കഴിഞ്ഞു. അപ്പൊ റെസിഡന്റ് ആണെങ്കിൽ റെസിഡന്റ് ആൻഡ് ഓർഡിനറി ആണോ, റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി ആണോ എന്ന് നോക്കണം. ഇൻഡിവിജ്വലിന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഒന്നിലോ റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ്, റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് ഓർ നോൺ റെസിഡന്റ്. ഈ മൂന്ന് ക്ലാസിഫിക്കേഷനിൽ ഏതെങ്കിലും ഒന്നായിരിക്കും എന്ത്? റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഇൻഡിവിജ്വൽ. ഇത് എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് നോക്കണം. റെസിഡന്റ് ആണോ നോൺ റെസിഡന്റ് ആണോ എന്ന് അറിയണമെങ്കിൽ നമുക്ക് രണ്ട് ബേസിക് കണ്ടീഷൻ ഉണ്ട്. എന്ത് കണ്ടീഷൻ ഉണ്ട്? ബേസിക് കണ്ടീഷൻ ഉണ്ട്. അപ്പൊ ബേസിക് കണ്ടീഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. റെസിഡന്റ് ആണോ നോൺ റെസിഡന്റ് ആണോ എന്ന് അറിയണമെങ്കിൽ ഫസ്റ്റ് എന്ത് നോക്കണം? ബേസിക് കണ്ടീഷൻ ആണ് നോക്കേണ്ടത്. വൺസ് റെസിഡന്റ് ആയി കഴിഞ്ഞാൽ വീണ്ടും രണ്ട് അഡീഷണൽ കണ്ടീഷൻ. ഇൻ അഡീഷൻ ടു ബേസിക് കണ്ടീഷൻ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ബേസിക് കണ്ടീഷൻ. Residential status depends on period of stay in India.
അല്ലെ? ഇൻഡിവിജ്വലിന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യും? പീരീഡ് ഓഫ് സ്റ്റേ ഇൻ ഇന്ത്യ. ബേസിക് കണ്ടീഷൻ രണ്ടെണ്ണം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. രണ്ട് ബേസിക് കണ്ടീഷനിൽ ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ പീരീഡ് ഓഫ് സ്റ്റേ ഇൻ ഇന്ത്യ. ഫസ്റ്റ്, അറ്റ്ലീസ്റ്റ് 182 days during the previous year. What a previous year is previous year 1920. Or at least 60 days during the previous year, that is 1920, and 365 days during the 4 year preceding the previous year. എന്താ ബേസിക് കണ്ടീഷൻ നോക്കാം. ബേസിക് കണ്ടീഷൻ ഡിപ്പെൻഡ്സ് ഓൺ പീരീഡ് ഓഫ് സ്റ്റേ ഇൻ ഇന്ത്യ. സ്റ്റേ ഇന്ത്യയിൽ എത്ര നാള് ഉണ്ട് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ബേസിക് കണ്ടീഷൻ. അതിൽ ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 182 days ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ. കഴിഞ്ഞ പ്രീവിയസ് ഇയർ 1920 182 days ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ ആൾ എന്തായിട്ട് മാറി? റെസിഡന്റ് ആയിട്ട് മാറി. ഇല്ലെങ്കിൽ മാത്രം നമ്മൾ സെക്കൻഡ് കണ്ടീഷനിലേക്ക് പോയാൽ മതി. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താ? അറ്റ്ലീസ്റ്റ് 182 days ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയർ 1920 എത്ര ദിവസം ഉണ്ടായിരിക്കണം? മിനിമം നമ്പർ 182 days. സെക്കൻഡ് ബേസിക് കണ്ടീഷൻ അറ്റ്ലീസ്റ്റ് 60 days ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിൽ എത്ര ദിവസം? 60 days. ഇവിടെ എത്രയാണ്? 182. ഇവിടെ പ്രീവിയസ് ഇയറിൽ എത്രയാണ് വേണ്ടേ? മിനിമം 60 days പ്രീവിയസ് ഇയറിലും ആൻഡ് 60 days പ്രീവിയസ് ഇയറിൽ മാത്രം പോരാ, ആൻഡ് 365 days ഡ്യൂറിംഗ് ദ 4 year preceding the previous year. 4 year preceding the previous year എന്ന് പറഞ്ഞാൽ 1890, 1780, 1670 and 1560. ഈ 4 വർഷത്തിൽ കൂടിയിട്ട് എത്ര വേണം? 365 days ഇന്ത്യയിൽ ഉണ്ടായാൽ മതി. അപ്പോ പ്രീവിയസ് ഇയറിൽ എത്ര ദിവസം വേണം? 60 daysഉം ആൻഡ് 365 days 4 year preceding the previous year. If individual satisfy both or any one basic condition, then individual എന്തായി? resident ആയിട്ട് മാറി. None of the condition satisfied, individual non-resident ആയി. എന്താ പറയുന്നത്? Any one or both of the condition is satisfied, then the individual is resident. None of the condition is satisfied, then the individual is non-resident. So basic conditionൽ ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ ഇൻഡിവിജ്വൽ എന്തായി? റെസിഡന്റ് ആയി. രണ്ടും സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ ഇൻഡിവിജ്വൽ എന്തായി? നോൺ റെസിഡന്റ് ആയി. വീണ്ടും നമുക്ക് ഒന്നുകൂടി നോക്കാം. ബേസിക് കണ്ടീഷൻ ഡിപ്പെൻഡ്സ് ഓൺ പീരീഡ് ഓഫ് സ്റ്റേഡ് ഇൻ ഇന്ത്യ. അതിൽ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 182 days ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ. നമ്മുടെ പ്രീവിയസ് ഇയർ 1920 ആണ്. 1920 മിനിമം നമ്പർ ഓഫ് സ്റ്റേ എത്ര വേണം? 182 days. സെക്കൻഡ് ബേസിക് കണ്ടീഷനിലേക്ക് പോവാം. അറ്റ്ലീസ്റ്റ് 60 days ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ആൻഡ് രണ്ടും വേണം, ആൻഡ് 365 days ഡ്യൂറിംഗ് ദ 4 year preceding the previous year. 4 year preceding the previous year. പ്രീവിയസ് ഇയറിലെ ഡേയ്സ് അവിടെ നോക്കരുത്. preceding the previous year. പ്രീവിയസ് ഇയറിന് മുമ്പത്തെ വർഷങ്ങളില്, അതായത് പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞാൽ 1920, അതിന് മുമ്പത്തെ വർഷം എന്ന് പറഞ്ഞാൽ 1890, 1780, 1670, 1560 കൂടിയിട്ട് എത്ര ദിവസം വേണം? 365 days. ഓക്കെ ആണോ? ഫോർ എക്സാമ്പിൾ നമുക്കൊന്നുകൂടി നോക്കാം. ബേസിക് കണ്ടീഷൻ പ്രീവിയസ് ഇയറിൽ എത്ര ദിവസം വേണം? മിനിമം 182 days. മിനിമം എത്ര ദിവസം വേണം? 182 days. That is first basic condition. Or 60 days during the previous year and 365 days during the 4 year preceding the previous year.
ശ്രദ്ധിക്കുക, 60 ആണ്, 365 ആണ്. ഇനി അത് വ്യത്യാസം വരുത്തരുത്. 60 ഡേയ്സ് ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ, 365 ഡേയ്സ് ഡ്യൂറിംഗ് ദ 4 ഇയർ പ്രിസീഡിംഗ് ദ പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിന് മുമ്പുള്ള വർഷം 1890, 1780, 1670 ആൻഡ് 1516. എക്സാമ്പിളിലേക്ക് വരാം. ഫസ്റ്റ്, പീരീഡ് ഓഫ് സ്റ്റേ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ എത്രയാണ്? 360 ഡേയ്സ്. ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് അല്ലേ? മോർ ദാൻ 182 ഇല്ലേ? പിന്നെ സെക്കൻഡ് ബേസിക് കണ്ടീഷനിലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. 360 ഡേയ്സ് ഉണ്ട്, മോർ ദാൻ 182 ഉണ്ട്. ഇൻഡിവിജ്വലിന്റെ സ്റ്റാറ്റസ് എന്തായിട്ട് മാറും? റെസിഡന്റ് ആയിട്ട് മാറും. നെക്സ്റ്റ് നോക്കുക, പീരീഡ് ഓഫ് സ്റ്റേ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ 250, മോർ ദാൻ 182 ഡേയ്സ്. എന്ത് വന്നാലും എന്തായിട്ട് മാറും? റെസിഡന്റ് ആയിട്ട് മാറും. പിന്നെ 4 ഇയറിലേക്ക് പോകേണ്ട ആവശ്യമില്ല, ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്താൽ മതി. നെക്സ്റ്റ് നോക്കുക, 150 ഡേയ്സ്. പീരീഡ് ഓഫ് സ്റ്റേ 182 ഡേയ്സിനേക്കാളും താഴെയാണ്. നമ്മൾ എന്ത് നോക്കണം? സെക്കൻഡ് കണ്ടീഷൻ. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? 60 ഡേയ്സിന് മുകളിൽ ഉണ്ടോ? 60 ഡേയ്സിന് മുകളിൽ 150 ഡേയ്സ് ഉണ്ട്. ഓക്കെ, 150 ഡേയ്സ് ഉണ്ട്. ഇവിടെ എത്രയാണ്? 365 ഡേയ്സിന് മുകളിലാണ്. 400 ഡേയ്സ് ഉണ്ട്. സെക്കൻഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് അല്ലേ? അതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വൽ എന്തായിട്ട് മാറി? റെസിഡന്റ് ആയിട്ട് മാറി. നെക്സ്റ്റ്, 100 ഡേയ്സ്. 60 ഡേയ്സിന് മുകളിലല്ലേ? 4 ഇയർ പ്രിസീഡിംഗ് ദ പ്രീവിയസ് ഇയറിലോ 300 ഡേയ്സ്. 360 ഡേയ്സിന് താഴെയാണ്. അതുകൊണ്ട് എന്തായി? ഫസ്റ്റ് ബേസിക് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, രണ്ടും കൂടിയിട്ട് സെക്കൻഡ് ബേസിക് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഇൻഡിവിജ്വലിന്റെ സ്റ്റാറ്റസ് എന്തായി? നോൺ റെസിഡന്റ് ആയി. നെക്സ്റ്റ്, പീരീഡ് ഓഫ് സ്റ്റേ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ഓൺലി 50 ഡേയ്സ്. അതായത് എന്ത് വന്നാലും മിനിമം എത്രയെങ്കിലും വേണം? 60 എങ്കിലും വേണം. 182 ഇല്ല, മിനിമം എത്രയെങ്കിലും വേണം? 60 എങ്കിലും വേണം. 50 ആണ്. പിന്നെ 4 ഇയർ പ്രിസീഡിംഗ് ദ പ്രീവിയസ് ഇയറിലേക്ക് പോകേണ്ട ആവശ്യമില്ല. മിനിമം 60 ഡേയ്സ് എങ്കിലും പ്രീവിയസ് ഇയറിൽ വേണം. അപ്പൊ അതില്ല. അതുകൊണ്ട് തന്നെ എന്തായി? സ്റ്റാറ്റസ് നോൺ റെസിഡന്റ് ആയി. ഓക്കെ, ക്ലിയർ? നമ്മൾ ബേസിക് കണ്ടീഷൻ കണ്ടു കഴിഞ്ഞു. ബേസിക് കണ്ടീഷൻ കണക്കാക്കുമ്പോൾ നമ്മളുടെ മൈൻഡില് കുറച്ച് പോയിന്റ് വേണം. അതിൽ നമ്മൾ നോക്കേണ്ടത് എന്താ വെച്ചാൽ, ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സ്റ്റേ ഇൻ ഇന്ത്യ ഇൻക്ലൂഡ്സ് സ്റ്റേ ഇൻ ടെറിട്ടോറിയൽ വാട്ടർ ഓഫ് ഇന്ത്യ. ടെറിട്ടോറിയൽ വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ 12 നോട്ടിക്കൽ മൈൽ ഫ്രം ദ സീ ബേസ്. അപ്പോൾ സ്റ്റേ ഇൻ ഇന്ത്യ ഇൻക്ലൂഡ് സ്റ്റേ ഇൻ ടെറിട്ടോറിയൽ വാട്ടർ ഓഫ് ഇന്ത്യ. ഇപ്പൊ കപ്പലിലായാലും നമ്മളുടെ ടെറിട്ടോറിയൽ വാട്ടറിലാണെങ്കിൽ അത് എന്തായിട്ട് പെടുത്തും? ഇന്ത്യയിൽ സ്റ്റേ ചെയ്തതായിട്ട് കണക്കാക്കും. അത് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് പറയണത് ഒന്ന് ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ്, ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ആവശ്യമുള്ളതാണ്. ഫോർ ദ പർപ്പസ് ഓഫ് കൗണ്ടിങ് നമ്പർ ഓഫ് ഡേയ്സ് സ്റ്റേ ഇൻ ഇന്ത്യ, ബോത്ത് ദ ഡേറ്റ് ഓഫ് ഡിപ്പാർച്ചർ, നമ്മൾ പോണ ദിവസവും അതേപോലെ തന്നെ വരണ ദിവസവും, ദ ഡിപ്പാർച്ചർ ആൻഡ് ദ ഡേറ്റ് ഓഫ് അറൈവൽ ആർ കൺസിഡേർഡ് ടു ബി ഇൻ ഇന്ത്യ. അപ്പൊ നമ്മൾ ഇന്ത്യ വിട്ട് ഔട്ട്സൈഡ് ഇന്ത്യയിലേക്ക് പോണ ദിവസവും ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന ദിവസവും എവിടെയായിട്ട് കണക്കാക്കണം? ഇന്ത്യയിൽ സ്റ്റേ ചെയ്തതായിട്ട് കണക്കാക്കണം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സ്റ്റേ ഇൻ ഇന്ത്യ ഇൻക്ലൂഡ് സ്റ്റേ ഇൻ ടെറിട്ടോറിയൽ വാട്ടർ. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഫോർ ദ പർപ്പസ് ഓഫ് കൗണ്ടിങ് നമ്പർ ഓഫ് ഡേയ്സ് സ്റ്റേ ഇൻ ഇന്ത്യ ഇൻക്ലൂഡ്സ് ബോത്ത് ദ ഡേറ്റ് ഓഫ് ഡിപ്പാർച്ചർ ആസ് വെൽ ആസ് ഡേറ്റ് ഓഫ് അറൈവൽ. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ്, പീരീഡ് ഓഫ് സ്റ്റേ നീഡ് നോട്ട് ബി കണ്ടിന്യൂസ്. അടുപ്പിച്ചാവണമെന്ന് നിർബന്ധമില്ല. ഇന്ത്യയിൽ നിന്ന് പോവാം, വീണ്ടും വരാം, വീണ്ടും പോവാം. അങ്ങനെ ടോട്ടൽ പീരീഡ് ഓഫ് സ്റ്റേ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയറിനേ പറയാനുള്ളൂ. അതൊരിക്കലും എന്താവണമെന്നില്ല, കണ്ടിന്യൂസ് ആയിട്ട് 182 ഡേയ്സോ 60 ഡേയ്സോ വേണമെന്ന് പറയാനില്ല. പീരീഡ് ഓഫ് സ്റ്റേ നീഡ് നോട്ട് ബി കണ്ടിന്യൂസ്. ഒരു എക്സാമ്പിൾ നോക്കാം. മിസ്റ്റർ എ ലെഫ്റ്റ് ഇന്ത്യ ഫോർ ദ ഫസ്റ്റ് ടൈം, അതായത് ആള് ഇന്ത്യ വിട്ട് ആദ്യമായിട്ട് പുറത്തേക്ക് പോവാണ് എന്ന് 1 ജൂൺ 2019. ഇത് വായിക്കുമ്പോ തന്നെ നമ്മുടെ മൈൻഡിൽ വരേണ്ടത് 1 ജൂൺ 2019 ഇന്ത്യ വിട്ട് എന്ത് പോണത്? ആള് പുറത്തേക്ക് പോണ്. 1 ഏപ്രിൽ തൊട്ട് 1 ജൂൺ വരെ ഇപ്പൊ ആള് എവിടെയുണ്ട്? ഇന്ത്യയിലുണ്ട്. ഹി കെയിം ബാക്ക് ടു ഇന്ത്യ ഓൺ 25th November 2019 ഫോർ എ സ്റ്റേ ഓഫ് 200 days. 200 ഡേയ്സിന് വേണ്ടിയിട്ട് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു എന്ന് 25th November 2019. ഒറ്റയടിക്ക് ഇവിടെ 200 ഡേയ്സ് എന്ന് പറഞ്ഞാൽ മൈൻഡിലേക്ക് വരണ്ട, 182 കവർ ആയെന്ന് നമുക്ക് നോക്കാം.
ഡിറ്റർമിൻ ദ പീരീഡ് ഓഫ് സ്റ്റേ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ. നമ്മൾ നോക്കുകയാണ് പീരീഡ് ഓഫ് സ്റ്റേ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ 1920. അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോണത്. എന്നൊക്കെ ഉണ്ടായിരിക്കും പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞാൽ എന്നൊട്ടാ 1st April തൊട്ട് 31st March 2020 വരെ. 1st April 2019 തൊട്ട് 31st March 2020 വരെയാണ് പീരീഡ് ഓഫ് സ്റ്റേ. അപ്പൊ ആള് ഫസ്റ്റ് ടൈമിൽ പോയത് 1st June 2019. 1st April 2019 തൊട്ട് 1st June 2019 വരെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അപ്പൊ നോക്കുക, ഏപ്രില് 30 ദിവസമുണ്ട്, മെയ്യില് 31 ദിവസമുണ്ട്, ജൂണിൽ 1 ദിവസം. ഡേറ്റ് ഓഫ് ഡിപ്പാർച്ചർ ഇന്ത്യയിലായിട്ട് കണക്കാക്കണം. ടോട്ടൽ അപ്പൊ എത്ര പീരീഡ് ഉണ്ട്? 62 days. പിന്നെ ആള് തിരിച്ചു വന്നത് 25th November 2019 ആള് തിരിച്ചു വന്നത്. നവംബറില് അപ്പൊ എത്ര ദിവസം ഉണ്ട്? 25th, 26th, 27th, 28th, 29th, 30. 6 days നവംബറിലുണ്ട്. ഡിസംബർ 31st, ജനുവരി 31st, ഫെബ്രുവരി 2020 സ്ലീപ്പ് ഇയർ 29 days and March 31st. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റേ 128. അപ്പൊ പ്രീവിയസ് ഇയറിലെ ടോട്ടൽ സ്റ്റേ എന്ന് പറയുന്നത് 62 plus 128 190 days. ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണോ? 182 ഡേയ്സിന് മുകളിലല്ലേ? എന്ത് വന്നാലും സാറ്റിസ്ഫൈഡ് ആണ്. പീരീഡ് ഓഫ് സ്റ്റേയിൽ അപ്പൊ കൺസിഡർ ചെയ്യേണ്ട പോയിന്റ് എന്താ? ഡേറ്റ് ഓഫ് ഡിപ്പാർച്ചർ ആൻഡ് ഡേറ്റ് ഓഫ് അറൈവൽ ആർ ടു ബി കൺസിഡേർഡ് ഇൻ ഇന്ത്യ. സ്റ്റേ നീഡ് നോട്ട് ബി കണ്ടിന്യൂസ്. സ്റ്റേ ഇൻക്ലൂഡ്സ് ടെറിട്ടോറിയൽ വാട്ടർ ഓഫ് ഇന്ത്യ. ഓക്കെ. നെക്സ്റ്റ്, exceptions. The following case only the first basic condition is applicable. ഈ താഴെ പറയുന്ന കാര്യത്തില് ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ മാത്രമേ അപ്ലിക്കബിൾ ആവുള്ളൂ. 182 days പീരീഡ് ഓഫ് സ്റ്റേ ഈസ് മസ്റ്റ്. സെക്കൻഡ് ബേസിക് കണ്ടീഷൻ ഈസ് നോട്ട് അപ്ലിക്കബിൾ. അപ്പോ ഇനി പറയുന്ന ആൾക്കാർക്ക് എന്ത് മാത്രമേ പറ്റുള്ളൂ? ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമേ അവരെന്താവുള്ളൂ? റെസിഡന്റ് ആവുള്ളൂ. അതിൽ ഫസ്റ്റ് പോയിന്റ്, ഇന്ത്യൻ സിറ്റിസൺ ഓർ എൻ ഇന്ത്യൻ ഒറിജിൻ കംസ് ടു ഇന്ത്യ ഫോർ എ വിസിറ്റ്. ഇന്ത്യയിലേക്ക് വേണ്ടിയിട്ട് ഒരു വിസിറ്റിന് വന്നു. ആര്? ഇന്ത്യൻ ഒറിജിൻ. ഇന്ത്യൻ ഒറിജിൻ എന്ന് പറഞ്ഞാൽ എന്താ? അവരുടെ പാരന്റ്സോ ഗ്രാൻഡ് പാരന്റ്സോ വേർ ബോൺ ഇൻ അൺഡിവൈഡഡ് ഇന്ത്യ. നെക്സ്റ്റ് വൺ, ഇൻഡിവിജ്വൽ ഹു ലീവ്സ് ഇന്ത്യ ഫോർ ദ പർപ്പസ് ഓഫ് എംപ്ലോയ്മെന്റ്. എംപ്ലോയ്മെന്റിന് വേണ്ടിയിട്ട് എന്തിനു പോവാണ്? ഇന്ത്യ വിട്ട് പുറത്തേക്ക് പോവാണ്. അവരുടെ കേസിലും എന്ത് മാത്രമേ അപ്ലിക്കബിൾ ആവുള്ളൂ? ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ മാത്രമേ അപ്ലിക്കബിൾ ആവുള്ളൂ. നോട്ട് ഇൻ കണക്ഷൻ വിത്ത് എംപ്ലോയ്മെന്റ്. എംപ്ലോയ്മെന്റിനോട് അനുബന്ധിച്ചൊരു കാര്യമില്ല. അപ്പൊ ബിസിനസ് ടൂർ ഒക്കെയാണെന്ന് വിചാരിക്കുക. റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാൻ പോയി ഒരു ബിസിനസ്മാൻ. അതൊന്നും എന്ത് വയ്ക്കില്ല? എംപ്ലോയ്മെന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല. എംപ്ലോയ്മെന്റിന് വേണ്ടി പോവുക. എംപ്ലോയ്മെന്റ് ഇൻക്ലൂഡ് സെൽഫ് എംപ്ലോയ്മെന്റ്. ഇന്ത്യയിൽ ഒരു ബിസിനസ് ഉണ്ടായിരുന്നു, എന്നിട്ട് UK പോയിട്ട് അവിടെ റോ മെറ്റീരിയൽ ഒക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോയി എന്ന് വിചാരിക്കുക. അതൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല? രണ്ട് ബേസിക് കണ്ടീഷൻ അപ്ലിക്കബിൾ ആവാം. ഇവിടെ എന്താ പറയണത്? ഇൻഡിവിജ്വൽ ഹു ലീവ്സ് ഇന്ത്യ എംപ്ലോയ്മെന്റ് പർപ്പസ്. എംപ്ലോയ്മെന്റ് പർപ്പസിന് വേണ്ടിയിട്ട് ഇന്ത്യ വിട്ട് പുറത്തേക്ക് പോകും. ഇവിടെ നോക്കുക, ഇന്ത്യ ടു UK എംപ്ലോയ്മെന്റ് ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ ഈസ് അപ്ലിക്കബിൾ. ഓൺലി ദ ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ മാത്രമല്ലേ പറ്റുള്ളൂ. ഇന്ത്യ ടു UK സ്റ്റഡീസിനാ പോയത്. ഫസ്റ്റും സെക്കൻഡും പറ്റില്ലേ? ഇന്ത്യ ടു UK ബിസിനസ് ടൂർ ഫസ്റ്റും സെക്കൻഡും പറ്റും. നെക്സ്റ്റ്, UK ടു ഇന്ത്യ എന്തിനു വേണ്ടിയിട്ട്? എംപ്ലോയ്മെന്റ് പർപ്പസിന് വേണ്ടിയിട്ട്. ഇന്ത്യ വിട്ട് ഔട്ട്സൈഡ് ഇന്ത്യയിലേക്ക് പോണ കേസ് മാത്രമേ ഇവിടെ പറയുള്ളൂ. അല്ലാതെ ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന കാര്യം പറയല്ലേ. ഇവിടെയും എന്ത് പറ്റും? ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ബേസിക് കണ്ടീഷൻ. ഓക്കെ ആണോ? നെക്സ്റ്റ്, തേർഡ് പോയിന്റ്, ഇൻഡിവിജ്വൽ ഹു ലീവ്സ് ഇന്ത്യ ആസ് എ ക്രൂ ഓഫ് എൻ ഇന്ത്യൻ ഷിപ്പ്. കപ്പലിലൊരു ജോലിക്കാരനായിട്ട് ഇന്ത്യ വിട്ട് എന്ത് പുറത്തേക്ക് പോവാണ്. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്താ വെച്ചാൽ, കപ്പലിൽ ജോയിൻ ചെയ്ത ഡേറ്റ് ബിഗിനിങ് ഡേറ്റ് ജോയിൻ ചെയ്ത ഡേറ്റ് തൊട്ട് കപ്പലിൽ നിന്ന് സൈനിങ് ഓഫ് ചെയ്യുന്ന ഡേറ്റ് വരെ, കപ്പലിൽ നിന്ന് പോരുന്ന ഡേറ്റ് വരെ ഷാൾ നോട്ട് ഇൻക്ലൂഡ് പീരീഡ് ഓഫ് സ്റ്റേ ഇൻ ഇന്ത്യ. അപ്പൊ അങ്ങനെ ഒരു പ്രോബ്ലം വരികയാണെങ്കിൽ കപ്പലിൽ ജോയിൻ ചെയ്ത ഡേറ്റ് തൊട്ട് കപ്പലിൽ സൈൻ ഓഫ് ചെയ്യുന്ന ഡേറ്റ് വരെ ഷാൾ നോട്ട് ഇൻക്ലൂഡ് ചെയ്യരുത് എന്തില്? പീരീഡ് ഓഫ് സ്റ്റേ ഇൻ ഇന്ത്യ. ഒന്നുകൂടി കൺക്ലൂഡ് ചെയ്യാണ്. ഫോളോയിങ് കേസസ് ഓൺലി ദ ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ ഈസ് അപ്ലിക്കബിൾ. ഏതിന്റെ കേസിലാണ്? ഇന്ത്യൻ ഒറിജിൻ വിസിറ്റിന് വേണ്ടിയിട്ട് ഇന്ത്യയിലേക്ക് വരികയാണ്. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്, ഇന്ത്യയിൽ ഒരാൾ പുറത്തേക്ക് എന്തിനു വേണ്ടിയിട്ട് പോവാണ്? എംപ്ലോയ്മെന്റ് പർപ്പസിന് വേണ്ടി പോവാണ്. ഇവിടെ ശ്രദ്ധിക്കണം, ഇൻ കണക്ഷൻ വിത്ത് എംപ്ലോയ്മെന്റ് ആണെങ്കിൽ എന്ത് ചെയ്യണ്ട?
കൺസിഡർ ചെയ്യേണ്ട. ആൻഡ് തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ലീവ്സ് ഇന്ത്യ ആസ് എ മെമ്പർ ഓഫ് എ ക്രൂ ഓഫ് എ ഇന്ത്യൻ ഷിപ്പ്. അങ്ങനെയാണെങ്കിലും ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ അപ്ലിക്കബിൾ. അല്ലാത്ത എല്ലാ കാറ്റഗറിക്കും ബോത്ത് കണ്ടീഷൻ ഈസ് അപ്ലിക്കബിൾ. ഈ പറയുന്ന 3 ആൾക്കാർക്ക് മാത്രമേ എന്ത് അപ്ലിക്കബിൾ ആവുള്ളൂ? ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ ഈസ് അപ്ലിക്കബിൾ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഡീഷണൽ കണ്ടീഷൻ ആണ്. അഡീഷണൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയാം, ഹി ഈസ് എ റെസിഡന്റ് ഇൻ എനി 2 ഔട്ട് ഓഫ് 10 ഇയർ പ്രിസീഡിംഗ് ദ പ്രീവിയസ് ഇയർ. ഹി ഈസ് എ റെസിഡന്റ്. റെസിഡന്റ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കണേ? എനി one of the basic condition is satisfied. But he is a resident in any 2 out of 10 year preceding the previous year. Previous year ന് മുമ്പുള്ള 10 വർഷം 1819 തൊട്ട് 910 വരെ, അല്ല 910 തൊട്ട് 1819 വരെ 10 വർഷത്തിൽ 2 ഇയർ എന്തായിരിക്കണം? റെസിഡന്റ് ആയിരിക്കണം. ശ്രദ്ധിക്കുക, ഇത് അടുപ്പിച്ച് തന്നെ വേണമെന്നില്ല. 10 വർഷത്തിൽ ഏതെങ്കിലും 2 വർഷം ഇൻഡിവിജ്വൽ റെസിഡന്റ് ആയാൽ ഫസ്റ്റ് അഡീഷണൽ കണ്ടീഷൻ ഈസ് സാറ്റിസ്ഫൈഡ്. നെക്സ്റ്റ് നോക്കുക, ഹി ഹാസ് ബീൻ ഇൻ ഇന്ത്യ അറ്റ്ലീസ്റ്റ് 730 ഡേയ്സ് ഡ്യൂറിംഗ് ദ 7 ഇയർ പ്രിസീഡിംഗ് ദ പ്രീവിയസ് ഇയർ. 7 ഇയർ എന്ന് പറയുമ്പോൾ എന്നോട്ട് എന്തുവരെയായിട്ട് വരും? 1213 തൊട്ട് 1819 വരെ. 1819, 1718, 1617, 1516, 1415, 1314, 1213. ഈ 7 വർഷത്തിൽ 7 ഇയറിൽ എത്ര ദിവസം വേണം? 730 ഡേയ്സ് ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ, സ്റ്റേ ചെയ്തെങ്കിൽ ഇൻഡിവിജ്വൽ എന്തായിട്ട് മാറും? അഡീഷണൽ കണ്ടീഷൻ സെക്കൻഡ് സാറ്റിസ്ഫൈ ചെയ്യും. അപ്പൊ ഈ രണ്ടും ഉണ്ടെങ്കിൽ, ആൻഡ് ബേസിക് കണ്ടീഷൻ ഞാൻ പറഞ്ഞപ്പോ അവിടെ ഓറാർന്ന് പറഞ്ഞ അഡീഷണൽ കണ്ടീഷനിൽ എന്താ? ആൻഡ് ബോത്ത് ദ അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ എന്തായി? റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ്. നൺ ഓർ എനി വൺ additional condition satisfied, individual is resident but not ordinary resident. Both additional condition is satisfied, the individual is resident and ordinary resident. None or any one of the additional condition is satisfied, individual is resident but not ordinary resident. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഇൻഡിവിജ്വൽ സമ്മറി ആണ് പറയുന്നത്. ടോട്ടൽ ഫസ്റ്റ് നമ്മൾ എന്ത് നോക്കി? ബേസിക് കണ്ടീഷൻ നോക്കി. ബേസിക് കണ്ടീഷൻ 2 ഉണ്ട്. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് 182 ഡേയ്സ് സ്റ്റേ ഇൻ ഇന്ത്യ, 182 ഡേയ്സ് ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ. ഓർ സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് 60 ഡേയ്സ് ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ആൻഡ് ഓർ പ്ലസ് 365 ഡേയ്സ് ഡ്യൂറിംഗ് ദ 4 ഇയർ പ്രിസീഡിംഗ് ദ പ്രീവിയസ് ഇയർ. First basic condition 182 days during the previous year. Second basic condition എന്ന് പറയുന്നത് 60 days during the previous year and 365 days during the 4 year preceding the previous year. Any one of the basic condition is satisfied, then the individual is resident. None of the condition is satisfied, non-resident. Non-resident ആണെങ്കിൽ പിന്നെ നമുക്ക് ഇനി എന്ത് ചെയ്യേണ്ട? റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് അവിടെ കഴിഞ്ഞു. പക്ഷെ റെസിഡന്റ് ആണെങ്കിൽ നമ്മൾ വീണ്ടും ഇങ്ങോട്ട് നോക്കണം, അഡീഷണൽ കണ്ടീഷൻ നോക്കണം. റെസിഡന്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും എന്ത് നോക്കണം? അഡീഷണൽ കണ്ടീഷൻ നോക്കണം. അഡീഷണൽ കണ്ടീഷനിൽ ഫസ്റ്റ് വൺ പറയുന്നത് റെസിഡന്റ് ഇൻ എനി 2 ഔട്ട് ഓഫ് 10 ഇയർ പ്രിസീഡിംഗ് ദ പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 10 വർഷത്തിൽ 2 വർഷം എന്തായിട്ട് മാറണം? റെസിഡന്റ് ആയിട്ട് മാറണം. ആൻഡ് ഹി വാസ് ഇൻ ഇന്ത്യ at least 730 days during the 7 year preceding the previous year. Previous year ന് മുമ്പുള്ള 7 വർഷത്തിൽ എത്ര ദിവസം വേണം? 730 days ഇന്ത്യയിൽ സ്റ്റേ വേണം. അതും അടുപ്പിച്ചായിരിക്കണം യാതൊരു നിർബന്ധമില്ല. നീഡ് നോട്ട് ബി കണ്ടിന്യൂസ്. 7 വർഷത്തിൽ എത്ര ദിവസം മതി? 730 ദിവസം മതി. അതേപോലെ 10 വർഷത്തിൽ എന്തായാൽ മതി? 2 വർഷം റെസിഡന്റ് ആയാൽ മതി. Both additional condition is satisfied, the individual is resident and ordinary resident. None of the additional condition is satisfied, then the individual is resident but not ordinary resident.
അപ്പൊ നമുക്ക് നോക്കാം. ബേസിക് കണ്ടീഷനും ഉണ്ട്, അഡീഷണൽ കണ്ടീഷനും ഉണ്ട്. ബേസിക് കണ്ടീഷൻ ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്തു, അഡീഷണൽ കണ്ടീഷൻ രണ്ടും സാറ്റിസ്ഫൈ ചെയ്താൽ ഇൻഡിവിജ്വലിന്റെ സ്റ്റാറ്റസ് എന്തായി? റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ്. ബേസിക് കണ്ടീഷൻ രണ്ടും സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്, അഡീഷണൽ കണ്ടീഷൻ ഒരെണ്ണേ സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ളൂ. അഡീഷണൽ കണ്ടീഷൻ രണ്ടും സാറ്റിസ്ഫൈ ചെയ്യണ്ടേ? എന്നാൽ മാത്രമല്ല റെസിഡന്റ് ആൻഡ് ഓർഡിനറി ആവുള്ളൂ. അപ്പൊ എത്ര സാറ്റിസ്ഫൈ ചെയ്തേനെ? ഒരെണ്ണാണ് സാറ്റിസ്ഫൈ ചെയ്തേനെ, റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ്. ബേസിക് കണ്ടീഷൻ ഒന്നും സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല, എന്തായിട്ട് മാറും? നോൺ റെസിഡന്റ്. ബേസിക് കണ്ടീഷൻ ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്തു, അഡീഷണൽ കണ്ടീഷൻ ഒന്നും സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല, അങ്ങനെയാണെങ്കിൽ ഇൻഡിവിജ്വലിന്റെ സ്റ്റാറ്റസ് റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കും. നെക്സ്റ്റ്, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് HUF. HUFന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കുമ്പോൾ റെസിഡന്റ് ആവാം, നോൺ റെസിഡന്റ് ആവാം. റെസിഡന്റ് ആയി കഴിഞ്ഞാൽ വീണ്ടും എന്ത് നോക്കണം? റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് ആണോ, റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണോ എന്ന് നോക്കണം. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് HUF നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ്. എന്താ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്? HUFന്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ്, ദാറ്റ് ഈസ് ഡയറക്റ്റീവ് പവർ ഫുള്ളി ഓർ പാർട്ട്ലി ഫ്രം ഇന്ത്യ ആണെങ്കിൽ HUF ഈസ് റെസിഡന്റ്. കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഫുള്ളി ഓർ പാർട്ട്ലി ഫ്രം ഇന്ത്യ. പാർട്ട്ലി എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രത്തോളം? 40%, 30%, ഏതായാലും കുഴപ്പമില്ല. ഫുള്ളി ഓർ പാർട്ട്ലി ഫ്രം ഇന്ത്യ ആണെങ്കിൽ HUF ഈസ് റെസിഡന്റ്. ഫുള്ളി ഔട്ട്സൈഡ് ഇന്ത്യ, ആണെങ്കിൽ HUF എന്തായി? നോൺ റെസിഡന്റ്. ദാറ്റ് ഈസ് ഡയറക്ഷൻ ഫുൾ ഔട്ട്സൈഡ് ഇന്ത്യ എന്നാണെങ്കിൽ HUF എന്തായി? നോൺ റെസിഡന്റ് ആയി. കുറച്ച് പോർഷൻ എങ്കിലും ഇന്ത്യയിൽ നിന്ന് ഡയറക്ഷൻ ഉണ്ടെങ്കിൽ HUF എന്തായി? റെസിഡന്റ് ആയി. വൺസ് HUF റെസിഡന്റ് ആയി കഴിഞ്ഞാൽ നമ്മള് കർത്തയുടെ സ്റ്റാറ്റസ് നോക്കണം. HUF റെസിഡന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ എന്ത് നോക്കണം? കർത്തയുടെ സ്റ്റാറ്റസ് നോക്കണം. HUF നോൺ റെസിഡന്റ് ആണെങ്കിൽ അവിടെ അവസാനിച്ചു, പിന്നെ കർത്തയിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല. HUF റെസിഡന്റ് ആണെങ്കിൽ നമ്മൾ എന്ത് സ്റ്റാറ്റസും കൂടി നോക്കണം? കർത്ത ഓഫ് HUF. കർത്ത എന്ന് പറയുന്നത് ആരാ? സീനിയർ മോസ്റ്റ് മെയിൽ മെമ്പർ. കർത്ത എന്ന് പറയുന്നത് സ്റ്റാറ്റസ് അപ്പൊ ഇൻഡിവിജ്വലിന്റെ സ്റ്റാറ്റസ് ആണ്. ഇഫ് കർത്ത ഓഫ് HUF റെസിഡന്റ് ആൻഡ് ഓർഡിനറി ആണെങ്കിൽ HUF എന്തായി? റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ്. ഇഫ് കർത്ത ഓഫ് HUF റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് അല്ലെങ്കിൽ എന്തായി? HUF റെസിഡന്റ് നോട്ട് ഓർഡിനറി റെസിഡന്റ്. കർത്ത ഓഫ് HUF റെസിഡന്റ് ആൻഡ് ഓർഡിനറി ആണെങ്കിൽ HUF ഈസ് റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ്. ഇഫ് കർത്ത ഓഫ് HUF റെസിഡന്റ് ആൻഡ് ഓർഡിനറി അല്ലെങ്കിൽ HUF എന്ന് പറഞ്ഞാൽ എന്തായി? റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ്. വീണ്ടും നോക്കുക, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് HUF ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താ? കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഓഫ് ഇറ്റ്സ് അഫെയർസ്. ഫുള്ളി ഓർ പാർട്ട്ലി ഫ്രം ഇന്ത്യ ആണെങ്കിൽ HUF റെസിഡന്റ് ആയി. ഫുള്ളി ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ HUF നോൺ റെസിഡന്റ് ആയി. റെസിഡന്റ് ആയി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ എന്ത് നോക്കണം? കർത്തയുടെ സ്റ്റാറ്റസ്. കർത്ത, ദാറ്റ് ഈസ് സീനിയർ മോസ്റ്റ് മെയിൽ മെമ്പർ ഓഫ് HUF. കർത്ത എന്ന് പറയുന്ന സ്റ്റാറ്റസ് എന്ത് നോക്കണം? കർത്ത ഇൻഡിവിജ്വൽ ആണ്, അപ്പൊ കർത്തയുടെ സ്റ്റാറ്റസ് നോക്കണം. കർത്ത റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് ആണെങ്കിൽ HUF റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ്. കർത്ത റെസിഡന്റ് ആൻഡ് ഓർഡിനറി അല്ലെങ്കിൽ HUF റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ്. നെക്സ്റ്റ്, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് കമ്പനി. കമ്പനീനെ രണ്ടെണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കാണാൻ. ഇന്ത്യൻ കമ്പനി ഈസ് ഓൾവേസ് റെസിഡന്റ്. ഇന്ത്യൻ കമ്പനി എന്ന് പറഞ്ഞാൽ കമ്പനീസ് ആക്ട് 1956 ഓർ 2013 പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള, ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ കമ്പനിയും എന്താണ്? റെസിഡന്റ് ആണ്. അല്ലാത്ത കമ്പനി, ഫോറിൻ കമ്പനി, ദ പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെന്റ് ഇൻ ദാറ്റ് ഇയർ ഇൻ ഇന്ത്യ. പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെന്റ് നമ്മൾ നേരത്തെ ഹോൾ എന്ന് പറഞ്ഞു, ഹോളി ഓർ പാർട്ട്ലി. ഇവിടെ എന്താണ്? ഹോൾ, ദാറ്റ് ഈസ് ഫുള്ളി എവിടെയായിരിക്കണം? ഇൻ ഇന്ത്യയിലാണെങ്കിൽ റെസിഡന്റ് ആയി, അല്ലെങ്കിൽ എന്തായി? നോൺ റെസിഡന്റ് ആയി. പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെന്റ്, ദാറ്റ് ഈസ് കീ ഡിസിഷൻ, കൊമേഴ്ഷ്യൽ ഡിസിഷൻസ് ആർ ടേക്കൺ ഇൻ ഇന്ത്യ. കമ്പനി ഈസ് റെസിഡന്റ്, അതർവൈസ് കമ്പനി ഈസ് നോൺ റെസിഡന്റ്. ഇവിടെ ശ്രദ്ധിക്കുക, ഒരു എക്സാമ്പിൾ നോക്കാം. എ ലിമിറ്റഡ് ഈസ് എൻ ഇന്ത്യൻ കമ്പനി. പിന്നെ ഒന്നും നോക്കണ്ട, എന്തായി? റെസിഡന്റ് ആയി. ബോർഡ് മീറ്റിംഗ് ഹെൽഡ് ഇൻ USA അതിന് ഇമ്പോർട്ടൻസ് ഉണ്ടോ? ഇല്ല, കാരണം എന്താ? ഇന്ത്യൻ കമ്പനിയാണ്, റെസിഡന്റ് ആണ്. നെക്സ്റ്റ് നോക്കുക, ബി ലിമിറ്റഡ് രജിസ്റ്റേർഡ് ഇൻ പാകിസ്ഥാൻ, ഔട്ട്സൈഡ് ഇന്ത്യയിലുള്ള കമ്പനിയാണ്. ബോർഡ് മീറ്റിംഗ് ഹെൽഡ് ഇൻ USA, എല്ലാ മീറ്റിംഗും എവിടെയാണ്? ഔട്ട്സൈഡ് ഇന്ത്യയിലാണ്. അങ്ങനെയാണെങ്കിൽ എന്തായി? നോൺ റെസിഡന്റ് ആയി. നെക്സ്റ്റ്,
C Limited registered in USA, board meeting held in India. Or the board meeting are held in India ആണെങ്കിൽ എന്തായി? Place of effective management in ഇന്ത്യയിലാണ്. Company is resident. Okay. ഒന്നുകൂടി നോക്കാം. Residential status of company. Indian company is resident. Foreign company, place of effective management, that is fully ഇന്ത്യയിലാണെങ്കിൽ resident ആണ്. അല്ലെങ്കിൽ എന്താണ്? Non-resident ആണ്. Residential status of firm, AOP or BOI. If control and management of its affairs, HUF ൽ പഠിച്ചു control and management എന്ന് പറഞ്ഞാൽ directive power, wholly or partly from India ആണെങ്കിൽ എന്തായി? ഫേം ആയാലും AOP ആയാലും BOI ആയാലും റെസിഡന്റ് ആയി. ഫുള്ളി ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ നോൺ റെസിഡന്റ് ആയി. അത്ര മാത്രമേ ഉള്ളൂ. കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ്, wholly or partly from India. Firm, AOP or BOI resident, wholly outside India. Firm, AOP or BOI non-resident ആണ്. അപ്പൊ ഇത്രയാണ് നമുക്ക് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഇൻഡിവിജ്വലിനെയും HUF-നെയും ഫസ്റ്റ് തന്നെ റെസിഡന്റോ നോൺ റെസിഡന്റോ ആയിട്ട് എന്ത് ചെയ്യുക? ക്ലാസിഫൈ ചെയ്യുക. വൺസ് റെസിഡന്റ് ആണെങ്കിൽ വീണ്ടും ഫർദർ ആയിട്ട് ക്ലാസിഫൈ ചെയ്യേണ്ടി വരും. റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് ആണോ, റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണോ. ബാക്കിയുള്ള ആൾക്കാർ അതെന്ന് പറഞ്ഞാൽ ആരൊക്കെ ഒരു പേഴ്സൺ, ഫേം വരാം, കമ്പനി വരാം, AOP വരാം, BOI വരാം. അവര് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കുമ്പോൾ എവിടെ നോക്കിയാൽ മതി? റെസിഡന്റ് ആണോ നോൺ റെസിഡന്റ് ആണോ എന്ന് നോക്കിയാൽ മതി. ഫർദർ ആയിട്ട് ഒരു ക്ലാസിഫിക്കേഷൻ അവർക്കില്ല. ഇതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇതിന്റെ പ്രോബ്ലംസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. അടുത്ത ക്ലാസ്സിൽ ഇതേപോലെ തന്നെ എന്താ സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇൻകം, ഇൻസിഡൻസ് ഓഫ് ടാക്സും ഡിസ്കസ് ചെയ്യും. ഓക്കെ.